ഹലോ ഡിയർ ഫ്രണ്ട്സ്, +2 പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകമായ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിലെ 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാവുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ കോൺഗ്രസ് പാർട്ടി അറ്റ് ദ ടൈം ഓഫ് ദ ഡെത്ത് ഓഫ് ജവഹർലാൽ നെഹ്റു ഇൻ 1964? 1964 ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണസമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? കെ കാമരാജ്. After the death of Jawaharlal Nehru, who was appointed as the next Prime Minister of India? ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണശേഷം അടുത്ത പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. What was the slogan raised by Lal Bahadur Shastri to resolve the challenges in the defense and agricultural sectors? കാർഷിക മേഖലയിലും പ്രതിരോധ മേഖലയിലും ഉണ്ടായ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് വേണ്ടി ലാൽ ബഹദൂർ ശാസ്ത്രി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്തായിരുന്നു? ജയ് ജവാൻ ജയ് കിസാൻ. In 1966 January, who was the president of Pakistan who signed the Tashkent agreement with Lal Bahadur Shastri? 1966 ജനുവരിയിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയോടൊപ്പം താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് ആരായിരുന്നു? മുഹമ്മദ് അയൂബ് ഖാൻ. After the death of Lal Bahadur Shastri, who contested with Indira Gandhi for the post of Prime Minister? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ നിര്യാണത്തെ തുടർന്ന് പ്രധാനമന്ത്രി പദത്തിലേക്ക് മത്സരിച്ച ഇന്ദിരാഗാന്ധിയോടൊപ്പം മത്സരിച്ചത് ആരായിരുന്നു? മൊറാർജി ദേശായി. ഹു വാസ് ദ യൂണിയൻ മിനിസ്റ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇൻ ദ ശാസ്ത്രി മിനിസ്ട്രി? കേന്ദ്രത്തിൽ ശാസ്ത്രി മന്ത്രിസഭയിൽ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ശ്രീമതി ഇന്ദിരാഗാന്ധി. Who was the socialist leader who advocated the idea of non-congressism? കോൺഗ്രസ് ഇതരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച സോഷ്യലിസ്റ്റ് നേതാവ് ആരായിരുന്നു? റാം മനോഹർ ലോഹ്യ. The expression ആയാറാം ഗയാറാം symbolizes which process in politics? ആയാറാം ഗയാറാം എന്നത് രാഷ്ട്രീയത്തിൽ എന്ത് പ്രക്രിയയെ സൂചിപ്പിക്കുന്നു? ഡിഫെക്ഷൻ, that is floor crossing or shifting political loyalties. കൂറുമാറ്റം. By which amendment was the anti-defection law was passed in India? എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം ഇന്ത്യയിൽ പാസ്സാക്കിയത്? 52nd 52ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. What was the informal name of a group of senior Congress leaders who brought ഇന്ദിരാഗാന്ധി ടു ദ പോസ്റ്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ? ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിച്ച കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ സംഘത്തെ അനൗപചാരികമായി എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? സിൻഡിക്കേറ്റ്. ഹൂ കണ്ടസ്റ്റഡ് ദ 1969 പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആസ് ദ ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ഓഫ് ദ കോൺഗ്രസ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ സിൻഡിക്കേറ്റ്? കോൺഗ്രസിലെ സിൻഡിക്കേറ്റ് വിഭാഗത്തിൻ്റെ പിന്തുണയോടുകൂടി 1969 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തി ആരായിരുന്നു? എൻ സഞ്ജീവ റെഡ്ഡി. ഹൂ വൺ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഹെൽഡ് ഇൻ 1969? 1969 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരായിരുന്നു? വി ഗിരി. ഹൂ വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ കോൺഗ്രസ് പാർട്ടി ഡ്യൂറിംഗ് ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ 1969? 1969 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? എസ് നിജലിംഗപ്പ. The families of the former rulers of princely states were allowed to retain certain private property and given a grant in heredity. This grant was known in which name? ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളായിരുന്നവരുടെ കുടുംബങ്ങൾക്ക് ചില സ്വകാര്യ സ്വത്തുക്കൾ കൈവശം വയ്ക്കുന്നതിനുള്ള അവകാശത്തോടൊപ്പം സർക്കാരിൽ നിന്നും വാർഷിക ഗ്രാൻറ്റുകളും അനുവദിച്ചിരുന്നു. ഈ ഗ്രാൻറ്റുകൾ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പ്രിവി പേഴ്സ്. വാട്ട് ഈസ് പ്രിവി പേഴ്സ് എന്നുള്ള ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ ചോദ്യഭാഗം നന്നായിട്ട് വായിക്കുന്നവർക്ക് അതിന് ഉത്തരം എഴുതാൻ കഴിയും. The electoral alliance formed by the non-Congress opposition parties against Indira Gandhi was known in which name in the 1971 general election?
1971 പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടെ ചേർന്ന് രൂപീകരിച്ച സഖ്യം എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? ഗ്രാൻഡ് അലയൻസ്, മഹാസഖ്യം. Which of the left-wing political party that backed the Congress led by Indira Gandhi in the 1971 general election? 1971 പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി നയിച്ച കോൺഗ്രസിനെ പിന്തുണച്ച ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷി ഏതായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPI. What was the key slogan put forward by Indira Gandhi in the 1971 election? 1971 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഗരീബി ഹഠാവോ, ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് പോവർട്ടി, ദാരിദ്ര്യം ഇല്ലാതാക്കുക. വാട്ട് നെസസിറ്റേറ്റഡ് ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഇൻ 1969? 1969 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അനിവാര്യമാക്കിയ ഘടകം എന്തായിരുന്നു? ദ ഡെത്ത് ഓഫ് സക്കീർ ഹുസൈൻ, ദ ദെൻ പ്രസിഡൻറ്റ്. അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന സക്കീർ ഹുസൈൻ്റെ മരണം മൂലമാണ് 1969 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ 6, ദാറ്റ് ഈസ് ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ, ജനാധിപത്യ ക്രമത്തിൻ്റെ വെല്ലുവിളി. ഹു വാസ് ദ ലീഡർ ഹു കോൾഡ് ഫോർ ടോട്ടൽ റെവല്യൂഷൻ ഇൻ ദ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയേഴ്സ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് പ്രോപ്പർ ഡെമോക്രസി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ശരിയായ ജനാധിപത്യം സ്ഥാപിക്കുന്നതിലേക്കായി സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിൽ സമ്പൂർണ്ണ വിപ്ലവം വേണമെന്ന് ആഹ്വാനം ചെയ്ത രാഷ്ട്രീയ നേതാവ് ആരായിരുന്നു? ജയപ്രകാശ് നാരായൺ. നക്സൽബാരി ഈസ് എ വില്ലേജ് ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? നക്സൽബാരി എന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുള്ളൊരു ഗ്രാമമാണ്? വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിൽ. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്? CPI-MLൻ്റെ സ്ഥാപകനാര്? ചാരു മജുംദാർ, പ്രധാനമായും ചാരു മജുംദാർ. വാട്ട് വാസ് ദ മെയിൻ ബാറ്റിൽ സ്ട്രാറ്റജി അഡോപ്റ്റഡ് ബൈ ദ നക്സലൈറ്റ്സ് ഓൺ ദ റവല്യൂഷണറി പാത്ത്? വിപ്ലവപാതയിൽ നക്സലൈറ്റുകൾ സ്വീകരിച്ചിരുന്ന പ്രധാന യുദ്ധതന്ത്രം എന്തായിരുന്നു? ഗറില്ല വാർഫെയർ, ഒളിപ്പോർ യുദ്ധതന്ത്രങ്ങൾ. Who was the leader of the National Coordination Committee for Railwaymen Struggle in 1974? 1974 ദേശവ്യാപകമായി റെയിൽവേ പണിമുടക്കിന് ആഹ്വാനം ചെയ്ത റെയിൽവേ തൊഴിലാളി സംഘടനാ നേതാവ് ആരായിരുന്നു? ജോർജ് ഫെർണാണ്ടസ്. In which case the Supreme Court of India ruled that Parliament has no power to amend the basic structure of the Constitution? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ പാർലമെൻറ്റിന് അധികാരമില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസ്. ദാറ്റ് വാസ് ഇൻ 1973. Who was the Chief Justice of India who overruled the seniority of 3 Supreme Court judges in 1973? 1973 സുപ്രീം കോടതിയിലെ 3 ജഡ്ജിമാരുടെ സീനിയോറിറ്റി മറികടന്ന് നിയമിക്കപ്പെട്ട ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ജസ്റ്റിസ് A.N. റേ. Which High Court passed the judgment on 12th June 1975 declaring Indira Gandhi's election to the Lok Sabha invalid? ലോക്സഭയിലേക്കുള്ള ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കി 1975 ജൂൺ 12 വിധി പുറപ്പെടുവിച്ചത് ഏത് ഹൈക്കോടതിയാണ്? ദ അലഹബാദ് ഹൈക്കോർട്ട്. Who led the massive opposition demonstration at Ramlila Maidan in Delhi on 25th June 1975? 1975 ജൂൺ 25 ഡൽഹിയിലെ രാംലീല മൈതാനത്ത് വമ്പിച്ച പ്രതിഷേധ പ്രകടനത്തെ നയിച്ച നേതാവ് ആരായിരുന്നു? ജയപ്രകാശ് നാരായൺ. On 25th June 1975, national emergency was declared in India under which article of the Constitution of India? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് 1975 ജൂൺ 25 ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ആർട്ടിക്കിൾ 352, 352 വകുപ്പ്. Who was the President of India who declared national emergency in India at the midnight of 25th June 1975? 1975 ജൂൺ 25 അർദ്ധരാത്രി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആരായിരുന്നു?
Fakhruddin Ali Ahmad. Who was the chairman of the investigative commission appointed by the Janata Party government in May 1977 to investigate about the atrocities during emergency? അടിയന്തരാവസ്ഥക്കാലത്തുണ്ടായ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് 1977 മെയ് മാസത്തിൽ ജനതാ പാർട്ടി ഗവൺമെൻറ് നിയമിച്ച അന്വേഷണ കമ്മീഷൻ ഏതായിരുന്നു? അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് JC ഷാ ഓർ ഷാ കമ്മീഷൻ. What was the program announced by the government of India during the emergency for the welfare of the poor? അടിയന്തരാവസ്ഥ കാലത്തെ സാധുജനക്ഷേമം ലക്ഷ്യം വെച്ച് സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏതായിരുന്നു? 20 point program, 20 ദിന പരിപാടി. Which political party formed government at the center after the 1977 election? 1977 തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിച്ച രാഷ്ട്രീയ കക്ഷി ഏതായിരുന്നു? ജനതാ പാർട്ടി. Who was the first non-Congress Prime Minister of India? ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. Who was the founder of ഭാരതീയ ലോക്ദൾ പാർട്ടി? ഭാരതീയ ലോക്ദൾ പാർട്ടിയുടെ സ്ഥാപകൻ ആര്? ചരൺ സിംഗ്. Who was the Kannada writer who returned the Padma Bhushan award in protest against the emergency? അടിയന്തരാവസ്ഥയിൽ പ്രതിഷേധിച്ച് പത്മഭൂഷൺ അവാർഡ് തിരികെ നൽകിയ കന്നഡ സാഹിത്യകാരൻ ആരായിരുന്നു? ശിവരാമ കാരന്ത്. നെക്സ്റ്റ് ചാപ്റ്റർ, ചാപ്റ്റർ 7, ദാറ്റ് ഈസ് പോപ്പുലർ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജനകീയ പ്രസ്ഥാനങ്ങൾ. ഐഡൻറ്റിഫൈ ദ പോപ്പുലർ മൂവ്മെൻറ്റ് that was formed in 1973 in Uttarakhand. That was a popular movement in protest against the decision of the forest department to give approval to a sports manufacturer to cut down the ash trees. ഉത്തരാഖണ്ഡിലെ വനം വകുപ്പ് ഒരു സ്പോർട്സ് നിർമ്മാണ കമ്പനിക്ക് ആഷ് മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ അനുവാദം കൊടുത്തതിൽ പ്രതിഷേധിച്ച് 1973 രൂപീകൃതമായ ജനകീയ പ്രസ്ഥാനം ഏതായിരുന്നു എന്നാണ് ചോദ്യം. ചിപ്കോ മൂവ്മെൻറ്റ്, ചിപ്കോ പ്രസ്ഥാനം. വാട്ട് ഈസ് ചിപ്കോ മൂവ്മെൻ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ചോദ്യം അവിടെ ഉത്തരമായിട്ട് എഴുതാവുന്നതാണ്. ഇൻ വിച്ച് സ്റ്റേറ്റ് വാസ് ദളിത് പാന്തേഴ്സ് ഫോംഡ്? ദളിത് പാന്തേഴ്സ് ഏത് സംസ്ഥാനത്താണ് രൂപീകൃതമായത്? മഹാരാഷ്ട്ര. ദാറ്റ് വാസ് ഇൻ 1972. മഹേന്ദ്ര സിംഗ് ടിക്കായത്ത് വാസ് എ ലീഡർ ഓഫ് വിച്ച് പോപ്പുലർ മൂവ്മെൻറ്റ്? മഹേന്ദ്ര സിംഗ് ടിക്കായത്ത് ഏത് ജനകീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു? ഭാരതീയ കിസാൻ യൂണിയൻ. അക്കോർഡിംഗ് ടു ദ 7th ഷെഡ്യൂൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഫിഷറീസ് കംസ് അണ്ടർ വിച്ച് ലിസ്റ്റ്? ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക പ്രകാരം ഫിഷറീസ് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റ്, സംസ്ഥാന പട്ടിക. ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് ആന്ധ്രാപ്രദേശ് ഡിഡ് ദ വിമൻ ബിഗൻ ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റ്? ആന്ധ്രാപ്രദേശിലെ ഏത് ജില്ലയിലാണ് സ്ത്രീകൾ ചാരായ വിരുദ്ധ പ്രസ്ഥാനം ആരംഭിച്ചത്? നെല്ലൂർ. സർദാർ സരോവർ പ്രോജക്റ്റ് ഈസ് ഇൻ വിച്ച് സ്റ്റേറ്റ്? സർദാർ സരോവർ പദ്ധതി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. നർമ്മദാ സാഗർ പ്രോജക്റ്റ് ഈസ് ഇൻ വിച്ച് സ്റ്റേറ്റ്? നർമ്മദാ സാഗർ പദ്ധതി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഐഡൻറ്റിഫൈ ദ പോപ്പുലർ മൂവ്മെൻറ്റ് ദാറ്റ് വാസ് ഫോംഡ് ടു ഒപ്പോസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് ടു സേവ് നർമ്മദ ആൻഡ് ടു ക്വസ്റ്റ്യൻ ദ നേച്ചർ ഓഫ് ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിലവിലുള്ള വികസന പദ്ധതികളുടെ പാരിസ്ഥിതിക ചെലവുകളും മറ്റും ചൂണ്ടിക്കാണിക്കുന്നതിനും ഡാമുകളുടെ നിർമ്മാണത്തെ എതിർക്കുന്നതിനും നർമ്മദ നദിയെ സംരക്ഷിക്കുന്നതിനുമായി ലക്ഷ്യം വെച്ച് രൂപീകൃതമായ ജനകീയ പ്രസ്ഥാനം ഏത്? നർമ്മദ ബച്ചാവോ ആന്തോളൻ. മേധാ പട്കർ ഇതിൻ്റെ നേതാവാണെന്നുള്ളത് അതും നാം അറിയേണ്ടതാണ്. ഇൻ വിച്ച് ഇയർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ വിവര അവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ദാറ്റ് വാസ് ഇൻ 2005. 2005 ഇന്ത്യയിൽ വിവര അവകാശ നിയമം നിലവിൽ വന്നത്. ഇത്രയുമൊക്കെയാണ് ഈ പുസ്തകത്തിലെ 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും
ഒറ്റവാക്കിൽ ഉത്തരം എഴുതാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. താങ്ക് യു.